ആക്ച്വലി ഇന്നലെ തന്നെ ഈ വീഡിയോ ഇടണമെന്ന് വിചാരിച്ചാട്ടോ, പക്ഷെ നടന്നില്ല. കാരണം സമയം കിട്ടിയില്ല, എനിക്കിങ്ങനെ വോയിസ് കൊടുക്കാനൊന്നും സമയം കിട്ടിയില്ല. അപ്പോൾ ഇന്നലെ അങ്ങോട്ട് ഞായറാഴ്ച ആയിരുന്നല്ലോ, അപ്പോൾ ഡീസൽ അടിച്ചിട്ട് ശംഖുവിൻ്റെ വണ്ടിക്കാണ് നമ്മൾ പോയത്, ബുള്ളറ്റിനാണ് പോയത്. സാധാരണ കണ്ണൻ്റെ യൂണിക്കോണിനാണ് പോകാറ്. യൂണിക്കോണല്ല, ഞങ്ങളിനെ കളിയാക്കളിയുന്ന ഉണ്ണിക്കോരനാണ്, അതിനാണ് പോകാറ്. പക്ഷേ ഇന്നലെ അതുണ്ടായിരുന്നില്ല വീട്ടിൽ. അതിൽ പോകുന്ന കേട്ടോ ലാഭം. കാരണം ഇവൻ്റെ ഇതിലാണെങ്കിൽ നമുക്ക് 300 ഡീസലാണ് പെട്രോൾ അടിക്കണം. പക്ഷേ മറ്റൊരാണെങ്കിൽ 200 അടിച്ച് ബാക്കി നമുക്ക് ബിരിയാണിയൊക്കെ കഴിച്ച് സെറ്റായിട്ട് പോരാം. അപ്പോൾ ഒരു 500 റുപ്പീസിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ പറഞ്ഞു വന്നത് എന്തായിരുന്നു, വണ്ടിയുടെ കാര്യം. അത് മാത്രമല്ല, ഞങ്ങളിപ്പോൾ വന്ന് മറ്റേ വലിയ പാലം കയറിയിട്ടാവുന്നത്, അത് ഭയങ്കര അടിപൊളി പരിപാടി കേട്ടോ. നമ്മൾ ഇതുവരെ അങ്ങനെ വലിയ പാലം കയറി വരാറില്ല. അപ്പോൾ ക്ലാസ്സിൽ 10 മണിക്ക് പറഞ്ഞിട്ട് 10 മണിയും കഴിഞ്ഞ് 10:30 ആയപ്പോൾ വരുന്ന ആൾക്കാരാണ് ഈ വരുന്നതെല്ലാം കേട്ടോ. 10 മണി പറഞ്ഞാലും 10:30 ആകും. പിന്നെ വേറെ നിൽക്കുന്നത് എന്താണെന്നറിയോ, ഈ പോയിച്ചൊക്കെ വരുന്നത് ഇമ്പോസിഷൻ ഉണ്ട്. സാറിപ്പോൾ പുതിയ പരിപാടിയൊക്കെ തുടങ്ങി, ഇമ്പോസിഷൻ കൊടുക്കല്ലേ. കഴിഞ്ഞ ക്ലാസ്സിൽ ഞങ്ങൾ പഴനിക്ക് പോയിരുന്നത് കൊണ്ട് എനിക്ക് ഇമ്പോസിഷൻ കിട്ടിയില്ല, പക്ഷേ ഈ ക്ലാസ്സിൽ എനിക്ക് കിട്ടി. അപ്പോൾ ഇനി 50 പ്രാവശ്യം കൊണ്ടിട്ട് എഴുതാനായിട്ട്. അന്നത്തെ 1 മണി കഴിഞ്ഞപ്പോഴാണ് സാറ് ക്വസ്റ്റ്യൻ ചോദിക്കണം. ഞാനാണെങ്കിൽ 1 മണി കഴിഞ്ഞ് എനിക്ക് വിശപ്പുകൊണ്ട് ഒരു രക്ഷയില്ല. എനിക്കെന്താണെന്നറിയില്ല. കാരണം കറക്റ്റ് ടൈമിൽ ഭക്ഷണം കഴിച്ച് എനിക്കിപ്പോൾ 1 മണിയൊക്കെ കഴിഞ്ഞ് തലവേദന എടുക്കാൻ തുടങ്ങും. അപ്പോൾ കുറേ നമുക്കിങ്ങനെ ഗ്രൂപ്പ് തിരിച്ചിരുത്തി 4 ഗ്രൂപ്പായിട്ട് എടുത്തിട്ട് അസൈൻമെൻറ്റ് അല്ല, ഇങ്ങനൊരു പരിപാടിയൊക്കെ തന്നിട്ട് അത് വെച്ചിട്ട് ഇങ്ങനെ കുറച്ച് പ്ലാൻ ചെയ്യാൻ, ഡയറ്റും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാൻ പറഞ്ഞ് അങ്ങനെ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് നമ്മളങ്ങനെ ആലോചിച്ചിരിക്കുമത്. അത് തന്നെ 12:15 കഴിഞ്ഞപ്പോഴത്തേക്കും. അത് കഴിഞ്ഞിട്ട് ഈ 4 ഗ്രൂപ്പിനെ വിളിച്ച് ചർച്ച നടത്തണമല്ലോ. ആ ചർച്ചയൊക്കെ നടത്തി വന്നപ്പോഴത്തേക്കും 2:30 ആയി. അതിൽ ഈ 1 മണി ആയപ്പോഴത്തേക്കാണ് എന്നോട് ക്വസ്റ്റ്യൻ ചോദിച്ചത്, എനിക്ക് ഇമ്പോസിഷൻ കിട്ടിയത്. ശംഖുവിനോട് ചോദിച്ചാൽ ശംഖുവിനും കിട്ടിയില്ല. പക്ഷേ ശംഖുവിനോട് ചോദിച്ചില്ല. അടുത്ത പ്രാവശ്യം സാർ എന്തായാലും ശംഖുവിനോട് ചോദിക്കണമെന്ന് ഞാൻ പറയും സാറിൻ്റെ അടുത്ത്. കാരണം എനിക്ക് മാത്രം 50 പ്രാവശ്യം കിട്ടിയിട്ട് കാര്യമുണ്ടോ? ശംഖുവിനോട് ചോദിച്ചാൽ ശംഖുവും പറയാൻ പോകണമെന്നില്ല. ഭയങ്കര നിസ്സാരമുള്ള കാര്യമുണ്ടോ ചോദിച്ചേ. എന്നിട്ട് ചോദിച്ചത് എനിക്കറിയത്തില്ലായിരുന്നു. ഇനി വിശന്നില്ലെങ്കിലും എനിക്കറിയത്തില്ലായിരുന്നു. പെട്ടെന്ന് ചോദിച്ചപ്പോഴത്തേക്കും എന്താണ്, അപ്പോൾ ഒറ്റണങ്ങൾ മിണ്ടുന്നില്ല. പിന്നെ സാറാണെങ്കിൽ ഇനി മിണ്ടിക്കഴിഞ്ഞാൽ അവർക്കൊക്കെ ഇമ്പോസിഷൻ കൊടുക്കുമല്ലോ. അങ്ങനെ പിന്നെ കുറേ കഴിഞ്ഞപ്പോഴത്തേക്കാണെന്നുണ്ടെങ്കിൽ നമ്മളാണെങ്കിൽ ഇപ്പോൾ വിടും എല്ലാ പ്രാവശ്യം അങ്ങനെയാണല്ലോ. 1 മണി കഴിഞ്ഞു, 1:30 കഴിഞ്ഞു, 2 മണിയായി, 2:15 ഈശ്വര ഇനി വിടത്തില്ലേ. ഈ 1 മണിക്കൊക്കെ ഭക്ഷണം കഴിക്കണം. ഞങ്ങൾക്ക് എല്ലാവർക്കും വിശന്നിട്ട്, സാറിന് വിശപ്പൊന്നുമില്ല. സാറ് കൂളായിട്ട് വന്ന് എന്തൊക്കെയോ ചോദിച്ചിട്ടിരിക്കുക. എന്നിട്ട് കുറച്ച് നേരം ചോദിച്ചു, അലീന വല്ലതും മനസ്സിലാവുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാനാണ് അതെ സാർ മനസ്സിലാവുന്നുണ്ട്. എവിടെ എനിക്ക് വിശന്ന് കഴിഞ്ഞാൽ ബോധമില്ലെന്ന് പറയാൻ എനിക്ക് വിശന്നാൽ ഞാനെല്ലാം ഉണ്ടാവുമെന്ന് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, സാറിനത് അറിയില്ല എന്ന് തോന്നുന്നു. അങ്ങനെ പിന്നെ അവിടെ നിന്ന് നേരെ പോകുന്നത് നമ്മൾ ബിരിയാണി കഴിക്കുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ. അങ്ങനെ ബിരിയാണിയും കഴിച്ച് നമ്മൾ നേരെ വീട്ടിലോട്ട് പോകുന്നു കേട്ടോ. ഇനിയുണ്ട് വീഡിയോസ് വേറെ വരുന്നുണ്ട്. ഇപ്പോൾ സ്റ്റേ ട്യൂൺഡ്.